2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM അധികാരത്തിൽ വരുമോ, വീണ്ടും ഒരു ഹാട്രിക് ജയം കൂടി LDFന് ഉണ്ടാകുമോ എന്നൊക്കെയുള്ളത് എല്ലാവരും തന്നെ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഞാനുമൊക്കെ അത്തരത്തിലുള്ള സാധ്യതകളെക്കുറിച്ച് പ്രവചിച്ചിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ എതിർവികാരമുണ്ടാവുകയും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതിൽ CPMന് പോലും ഒരു എതിരഭിപ്രായം ഉണ്ടാവില്ല. ആ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ പോലും ഒരു 37-38% വോട്ടുകൾ CPMനും LDFനും ഒക്കെ നേടാൻ കഴിഞ്ഞാൽ ബാക്കി വരാവുന്ന ഒരു 60-62% വോട്ടുകളിൽ ഒരു 30% വോട്ടുകൾ കോൺഗ്രസിനും അല്ലെങ്കിൽ 32% വോട്ടുകൾ കോൺഗ്രസിനും ഒരു 20-24% വോട്ടുകൾ BJPക്കും മറ്റ് ചെറിയ പാർട്ടികളും അതുപോലെ സ്വതന്ത്രരും എല്ലാവരും കൂടി ബാക്കിയുള്ള ശതമാനം ഭാഗിച്ചെടുക്കുകയും ഒക്കെ ചെയ്താൽ ഈ ഭരണവിരുദ്ധ വികാരത്തെയും മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ താൽക്കാലികമായി ഒന്ന് ഭിന്നിച്ചു പോകുന്നത് കൊണ്ട് അതിൻ്റെ ഗുണം ഒരുപക്ഷെ CPMനും LDFനും ഒക്കെ കിട്ടിയേക്കാം എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CPMും LDFും ഒക്കെ മറ്റ് നിരവധി സ്റ്റേറ്റുകളിൽ പയറ്റിയതുപോലെ തന്നെ ഒരു ജനപ്രിയ നടപടികളുമായി ഏറ്റവും അവസാനത്തെ 6 മാസം പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങളുണ്ടാവും. അങ്ങനെ പ്രഖ്യാപനങ്ങളുണ്ടാകുമ്പോൾ നമ്മളിവിടെ വളരെ ഷോർട്ട് മെമ്മറി മാത്രമുള്ള ആളുകൾ പെട്ടെന്ന് അതെല്ലാം മറക്കുകയും തൽക്കാലം കിട്ടുന്നതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് 6 മാസമുള്ളപ്പോൾ ക്ഷേമ പെൻഷനുകൾ കുത്തനെ കൂട്ടാം. അതുപോലെ തന്നെ നമ്മൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലും അതുപോലെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ കണ്ടതുപോലെ ലഡ്കി ബഹൻ യോജന എന്ന് പറയുന്ന സ്ത്രീകൾക്ക്, അതായത് മാസാമാസം 2500-3000 രൂപ കൊടുക്കുന്ന പദ്ധതികൾ വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. ഇങ്ങനെ നിരവധി പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് അവർക്ക് അധികാരത്തിൽ വരാം. ഇത്തരത്തിലുള്ള പ്രതീക്ഷയൊക്കെ തന്നെയാണ് CPMനെയും മുന്നോട്ട് നയിക്കുന്നത്. ക്ഷേമ പെൻഷനുകളൊക്കെ 2500 ആക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. മിക്കവാറും ഒരു 3-4 മാസം മുമ്പായിരിക്കും അത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നിങ്ങളെ ഞാൻ ഭരണത്തിലെത്തിക്കുമെന്നാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ സംശയം തോന്നാം. ഞാൻ പറഞ്ഞത് മാറിപ്പോയതല്ല. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അതിൽ തരൂര് വന്നിട്ടൊരു പ്രസ്താവനകൾ നടത്തിയതൊക്കെ നമുക്ക് കണ്ടു. അത് വലിയ വിവാദമാക്കാനും അത് കത്തിച്ചേർത്താനും ഒക്കെ കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കന്മാർ പണിപ്പെടുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ അതേ ഏറ്റവും ഒടുവിൽ നിങ്ങൾ അറിയേണ്ടത്, ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് KPCCയുടെ മുൻ PCC പ്രസിഡൻ്റായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം കോഴിക്കോട് വെച്ച് ഒരു പത്രക്കാർക്ക് ഒരു ബൈറ്റ് കൊടുത്തു. ആ പത്രക്കാർ ചോദിച്ച് തരൂരിൻ്റെ പ്രസ്താവനകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു തുടർ ഭരണം ഉണ്ടാകാനുള്ള എല്ലാ അനുകൂല സാഹചര്യവും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഭാഗ്യേന്ദ്രൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് LDFൻ്റെയും CPMൻ്റെയൊക്കെ ഭരണമൊക്കെ വളരെ മികച്ചതാണെന്നും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ടെന്നും. പക്ഷെ അതിനുശേഷം അദ്ദേഹം പറയുന്നത് കോൺഗ്രസ്സുകാരൊക്കെ ഒരുമിച്ച് നിന്നാൽ ഒരു പക്ഷേ വേണമെങ്കിൽ, ഇങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്, പക്ഷെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കോൺഗ്രസ്സുകാരൊക്കെ ഒരുമിച്ച് നിന്നാൽ ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇതിനെ മറികടക്കാൻ കഴിഞ്ഞേക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ കൂടാതെ അദ്ദേഹം പറയുന്നത് എനിക്ക് എതിരഭിപ്രായമുണ്ട്, പക്ഷെ അതെല്ലാം ഞാൻ പാർട്ടിക്കകത്ത് പറയുമെന്നാണ്. ഈ അഭിപ്രായം പുറത്തു പറഞ്ഞിട്ട് ഇനി ഇതിനേക്കാൾ ചെറിയ അഭിപ്രായങ്ങളായിരിക്കുമല്ലോ അദ്ദേഹത്തിന് എതിരഭിപ്രായമായിട്ടുണ്ടാവുക. അത് പാർട്ടിക്കകത്ത് പറഞ്ഞിട്ട് എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ശശി തരൂരിൻ്റെ പ്രസ്താവനകളും ലേഖനങ്ങളും ഒക്കെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ പെടാപ്പാടുപെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിലേക്ക്, പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനകത്തേക്ക് ഇടുത്തി പോലെ വീണ്ടും അടുത്ത മുൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായിട്ടുള്ള തലമുതിർന്ന നേതാവായിട്ടുള്ള നേരത്തെ കേന്ദ്രമന്ത്രിയും 5-6 തവണ അദ്ദേഹം MP-യുമായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള ആളുകൾ തന്നെ കേരളത്തിൽ ഒരു തുടർ ഭരണത്തിന് CPMന് LDFന് അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ഇടയിലുള്ള അടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഇവിടെ CPMനും BJPക്കും ഒക്കെ CPMന് ജയിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ അടിത്തറ തോണ്ടുന്ന ഒരു പ്രവർത്തനമാണ് എന്നുള്ളത് പറയാതെ വയ്യ. കാരണം ഇത്തരത്തിൽ നേതാക്കന്മാരൊക്കെ നിരന്തരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ യഥാർത്ഥത്തിൽ CPMന് ഒരു പ്രചരണത്തിന് പോലും ഇറങ്ങേണ്ടി വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ബാലൻ സഖാവിനും അതുപോലെ പിണറായി വിജയനും ഒക്കെ വലിയ സന്തോഷമായിട്ടുണ്ടാവും. ബാലൻ സഖാവിനി നേരത്തെ നമ്മുടെ ശശി തരൂരിനെ വിശേഷിപ്പിച്ചത് വിപ്ലവകാരി എന്നാണ്, വളരെ ബൗദ്ധിക മുഖമുള്ള ഒരാളെന്നാണ്. അതിനു മുമ്പ് അദ്ദേഹം ഹമാസിനെ തീവ്രവാദികളെ എതിർത്തപ്പോൾ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. പക്ഷേ അഭിപ്രായമൊക്കെ ഇരുമ്പൊലൊക്കെ അല്ലല്ലോ, എപ്പോൾ വേണമെങ്കിലും മാറാം. പക്ഷേ ഇനിയിപ്പോൾ നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ അദ്ദേഹം ചെഗുവേരയായിട്ട് ഉപമിക്കുമോ എന്നുള്ളതാണ് അറിയാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇത്തരത്തിൽ എന്താണെങ്കിലും അടിക്കാനുള്ള അടുത്തൊരു പടി കൃത്യമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൂടി CPMന് നൽകിയിരിക്കുന്നു. CPMന് എന്തായാലും കുശാലാണ്. വെറുതെ നിൽക്കുമ്പോൾ പോലും സദ്യ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി
ഇതൊക്കെ തന്നെ ഇനി ഇപ്പം എടുത്തു നോക്കുന്ന ഈ ബൈറ്റുകളൊക്കെ തന്നെ വളരെ കൃത്യമായി സോഷ്യൽ മീഡിയയിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ തന്നെ 2026 തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കൂടാതെ നമുക്കറിയാം ശശി തരൂരിൻ്റെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട നേട്ടങ്ങളും അതുപോലെ ഇനി ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം കോടിയിലധികം വരുന്ന പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കേരളത്തിലേക്ക് വരും എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഒരു ഗ്ലോബൽ സമ്മിറ്റ് മീറ്റ് പ്രകാരം അതുവഴി എത്ര വരും യഥാർത്ഥത്തിലെന്ന് നമുക്കറിയില്ല. പക്ഷെ അതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാവുന്ന വലിയ പ്രചരണമാകും എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഇതൊന്നും വന്നില്ലെങ്കിൽ പോലും നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള വലിയ തോതിലുള്ള വികസനം കേരളത്തിലേക്ക് വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു 8 മാസം 10 മാസം കൂടി കഴിയുമ്പോൾ കേരളത്തിലെ ഹൈവേകളിൽ വലിയ വികസനം നടക്കുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ പണി പൂർത്തിയാകുമ്പോഴും കേരള ഗവൺമെൻറ്റിന് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അതിൻ്റെ കാരണം ഈ പറയുന്ന പണി പൂർത്തിയായി കഴിയുമ്പോൾ സാധാരണ സ്റ്റേറ്റുകളിലൊക്കെ തന്നെ ഹൈവേ പണിയുന്നത് മിക്കവാറും സ്റ്റേറ്റുകളിൽ എല്ലാം തന്നെ കേന്ദ്രമാണെങ്കിൽ ഇവിടെ കേന്ദ്രത്തിന് പോലും അങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം വളരെ ചെറിയൊരു ശതമാനം 25% ഭൂമി വില അത് കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലെയിം അല്ല, മിക്കവാറും മഹാഭൂരിപക്ഷം വരുന്ന ക്ലെയിമും CPM അടിച്ചു മാറ്റാനുള്ള ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിലടക്കം അതിന് 25% വില കൊടുക്കുന്നതടക്കം ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങളുടേത് കൂടിയാണ് എന്ന് പറയാനും അതൊക്കെ വലിയ കൃത്യമായിട്ടുള്ള ഒരു പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാനുമൊക്കെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അവർക്ക് പറയാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ വലിയ തോതിലുള്ള ഗുണമാണ് CPM-നും പിണറായി വിജയനും ഒക്കെ ഉണ്ടാകാൻ പോകുന്നത്. പിണറായി തന്നെ അടുത്ത തവണ അധികാരത്തിലേക്ക് വരില്ല എന്ന് നമുക്കറിയാം. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് പിണറായിയുടെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുക. അതിനുശേഷം മാത്രമായിരിക്കും ഒരു മുഖം മാറുന്നെങ്കിൽ മാറാൻ സാധ്യത ഉണ്ടാവുന്നത്. അതിനിപ്പോൾ ഒരുപക്ഷെ മുഹമ്മദ് റിയാസ് ആയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അത്തരത്തിൽ വലിയ അതിന് പല ന്യായീകരണങ്ങളും പറയാനുണ്ടാവും. കുറച്ചുകൂടി യുവത്വമുള്ള മുഖം വരട്ടെ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾ വരട്ടെ എന്നൊക്കെയുള്ള പല ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ വരട്ടെ എന്നുള്ള പല ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാവും. എന്തൊക്കെ തന്നെയാണെങ്കിലും പിണറായി വിജയൻ തന്നെയാണ് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അതിനുള്ള എല്ലാ ആയുധങ്ങളും കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ CPM-ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മറ്റ് നിരവധി അനുകൂല ഘടകങ്ങൾ കൂടി CPM-ലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഇതിനെല്ലാറ്റും ഉപരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 4 മാസം 5 മാസം ഉള്ളപ്പോൾ വലിയ തോതിലുള്ള പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ കൂടി നടത്തിക്കൊണ്ട് ജനങ്ങളുടെ ഒരു ചെറിയ മെമ്മറിയെ അതിജീവിച്ചുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങളിൽ അവരെ അഭിനയിപ്പിച്ചുകൊണ്ട് ഒരു അധികാരത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് ഒരു ചെറിയ ഐസ്ക്രീമിൻ്റെ കേക്കിൻ്റെ പുറത്ത് ചെറി വെക്കുന്നത് പോലെ ഒരു പരിപാടിയാണ് നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രനടക്കം നടത്തിയിട്ടുള്ളത്. അത് കോൺഗ്രസിനകത്തുള്ള അടി മൂർച്ഛിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്, നിങ്ങൾ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഏറ്റവും ആദ്യം ഒരു 71 സീറ്റ് എങ്ങനെ കേരളത്തിൽ നേടുമെന്ന് ആദ്യം വിചാരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിനും പാർട്ടിയുടെ ഭാവിക്കും ഒക്കെ നല്ലത്.